ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രജൌരിയിൽ 10-ാം തീയതി രാവിലെ 5:30 ഷെല്ലിംഗ് നടന്നിട്ടുള്ള മേഖലയിലാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ 4 മണി മുതൽ 5:30 വരെ തുടർച്ചയായി ഇവിടെ ഷെല്ലിംഗ് നടന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മേഖലകളിൽ നിന്ന് നേരത്തെ തന്നെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചതുകൊണ്ട് മറ്റ് ആളപായമോ കാഷ്വാലിറ്റീസോ മെഡിക്കൽ എമർജൻസിയോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു വീടിന്റെ മുകൾ നിലയിലാണ് ആ ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. അവിടെ ആ ഒരു മുകൾ ഭാഗം പൂർണ്ണമായും ടാർപോളിൻ കെട്ടിക്കൊണ്ട് മറച്ചിട്ടുണ്ട്. താഴെ ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ കാണാം. ആ മുകൾ നിലയിലാണ് ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നുപോയി. അവിടെ ഇപ്പോൾ ടാർപോളിൻ കെട്ടി മറച്ചിട്ടുണ്ട്. താഴേക്ക് അതിന്റെ ആ ഷെല്ലിങ്ങിൽ താഴേക്ക് ചുമരുകളും ഒപ്പം ആ റൂമിലുണ്ടായിരുന്ന ഫർണിച്ചറുകളുമെല്ലാം താഴേക്ക് വീണതിന്റെയും പൊട്ടിത്തകർന്നതിന്റെയും ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഈ അതിർത്തി മേഖലകളിലെ കാഴ്ചകൾ. എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത്. ഇവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിച്ചിരുന്നില്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ. തീർച്ചയായിട്ടും. കാര്യം താഴെ കടയും മുകളിൽ ആൾക്കാർ താമസിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കെട്ടിടങ്ങളുടെ ഒരു സംവിധാനമുള്ളത്. അതിന്റെ മുകളിലത്തെ നിലയിൽ, അതായത് ആൾക്കാർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നിരിക്കണം ഈ ഷെല്ല് പതിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സംഘർഷം ഉടലെടുക്കുകയും പാകിസ്ഥാന്റെ പ്രകോപനം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാണ് ജീവാപായം ഒഴിവായി കിട്ടിയത്. പക്ഷെ ഒരു ചുവരൊന്നടങ്കം അതിന്റെ ജനലോട് കൂടി തകർന്ന് താഴെ പതിച്ചിരിക്കുകയാണ്. ജനൽ ചില്ലുകൾ തകർന്ന് ഇവിടെ കിടപ്പുണ്ട്. ഭിത്തി ഈ വലിയ ഇഷ്ടിക കെട്ടിയ ഭിത്തി അപ്പാടെ തകർന്ന്, ആ മുൻഭാഗത്തെ ഭിത്തി അമ്പാടെ തകർന്ന് താഴെ പതിച്ചിരിക്കുകയാണ്. ഭിന്നമായി ആ ഭിത്തി ഇഷ്ടിക കഷ്ണങ്ങളോടുകൂടി കിടക്കുന്നു. ജനലിന്റെ ചില്ലുകൾ പൊട്ടി താഴെ കിടക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ്. ഇത് സംസാരിക്കുന്ന തെളിവുകളാണ്. ഇവിടെയുള്ള നമ്മോട് അല്പം മുമ്പ് സംസാരിച്ച ഫാറൂഖ് അഹമ്മദ് പറഞ്ഞത് രാവിലെ 4-നും 6-നും ഇടയിലാണ്. സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു അതാണ് ഇവരുടെ ഈ പ്രകോപനം ഉണ്ടാകുന്നത്. ജീവനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങോട്ടേക്ക് ഷെൽ വർഷം നടത്തുന്നത്. അങ്ങനെ പുലർച്ചെ 5 മണിയോടടുപ്പിച്ച് നടത്തിയ ഷെൽ വർഷത്തിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ കാണുന്നത്. റോഡിൽ ചിന്നിച്ചിതറി കിടന്ന ചില്ലുകളായിരിക്കാം ഒരുപക്ഷെ റോഡിന്റെ മറുവശത്തുള്ള കടയുടെ വരാന്തയിലേക്ക് വരെ എടുത്ത് വച്ചിരിക്കുന്ന ഈ കാഴ്ച കാണാം. കാര്യം പിന്നീട് വാഹനങ്ങൾക്കും ആൾക്കാർക്കും നടക്കാനായിട്ട് വേണം. റോഡിന്റെ മറുകരയിലുള്ള കടയുടെ വരാന്തയിലാണ് ഇവിടെ പൊട്ടി തകർന്ന് വീണ ചില്ലിൻ്റെ കഷ്ണങ്ങൾ മാറ്റിയിരിക്കുന്നത് ജനങ്ങൾ. അവിടെ SBI ATMന്റെ താഴെയാണ് ഈ ചില്ലുകൾ എടുത്തു വച്ചിരിക്കുന്നത്. അത് സംസാരിക്കുന്ന തെളിവുകളാണ്. എന്താണ് ഇവിടെ പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് നാട്ടിൽ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ കൂടി കാണാൻ വേണ്ടിയാണ് ഈ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പാകിസ്ഥാൻ നടത്തുന്ന ഒരു പ്രകോപനവുമില്ലാത്ത ഭീരുത്വം നിറഞ്ഞ നടപടികളിലൂടെ അവരുടെ നാണക്കേട് മറയ്ക്കാൻ, അവർക്കുണ്ടായ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയെങ്കിലും ജനശ്രദ്ധ മാറ്റിവിടാനും നാട്ടിൽ പിടിച്ചു നിൽക്കാനുമായിട്ട് പാകിസ്ഥാൻ സൈന്യവും ഭീകരരും ISIയും ചേർന്ന് നടത്തുന്ന നീക്കങ്ങളിൽ ഒന്നിൻ്റെ തെളിവാണ്, അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ കാണുന്നത്. അതിന് മുന്നിലാണ് ഇന്നിപ്പോൾ ഞാനും ജിഷ്ണുവും നിൽക്കുന്നത്. ജിഷ്ണു, പാകിസ്ഥാന് തിരിച്ചടി ആയത്, പാകിസ്ഥാനെ ഞെട്ടിച്ചത്, ഒരു പക്ഷേ പാകിസ്ഥാനെ വെടിനിർത്തൽ എന്നുള്ള യാചനയുമായി ഭാരതത്തിന് മുന്നിലേക്ക് വരേണ്ടി വന്നത്, കരഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വന്ന അവസ്ഥയുണ്ടാക്കിയത് ബ്രഹ്മോസ് മിസൈലാണ്. ഈ ഭാരതത്തിൻ്റെ ബ്രഹ്മാസ്ത്രം. ഈ ബ്രഹ്മോസ് മിസൈൽ പോയി തകർത്തത് എന്തൊക്കെയാണെന്ന് അക്കമിട്ട് ഭാരതത്തിൻ്റെ സേനാ വക്താക്കൾ പറഞ്ഞു കഴിഞ്ഞു. 4 വ്യോമതാവളങ്ങൾ അടക്കം, അവരുടെ എയർബേസുകൾ, അവിടുത്തെ റൺവേകൾ അടക്കം തകർക്കുകയും ആക്രമണത്തിനോ പ്രത്യാക്രമണത്തിനോ പ്രതിരോധത്തിനോ കെൽപ്പില്ലാത്ത വിധം പാകിസ്ഥാന്റെ ആത്മവിശ്വാസവും അവരുടെ സകല ഇൻസ്റ്റലേഷൻസും തകർത്ത സാഹചര്യത്തിലാണ്. എന്തായാലും ആദ്യമായാണ് ഭാരതം ഈ ബ്രഹ്മോസ് മിസൈൽ ശത്രുവിന് നേരെ പ്രയോഗിക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതേക്കുറിച്ചൊരു വാർത്ത. ബ്രഹ്മോസ് എങ്ങനെ ഭാരതത്തിൻ്റെ ബ്രഹ്മാസ്ത്രമായി എന്ന് നമുക്ക് കാണാം. 9-ാം തീയതി പുലർച്ചെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഹരിയാനയിലെ സിർസയിൽ ഭാരതം നിർവീര്യമാക്കിയിരുന്നു. ഇതിന് തിരിച്ചടിയെന്ന നിലയിലാണ് പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടത്. ഭാരതത്തിന്റെ അത്യാധുനിക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാന്റെ 4 എയർബേസുകൾ തവിടുപൊടിയാക്കി. വ്യോമമാർഗമായിരുന്നു ഭാരതത്തിന്റെ പ്രത്യാക്രമണം. ആകാശമാർഗം കരയിലേക്ക് പതിപ്പിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി 450 മുതൽ 500 കിലോമീറ്റർ വരെയാണ്. അതിനാൽ ഭാരതത്തിന്റെ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകൾ വിക്ഷേപിച്ചു. കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധിയാകട്ടെ 950 കിലോമീറ്ററും.
അതേസമയം ദേശീയ സാങ്കേതിക ദിനത്തിൽ ലക്നൌവിൽ ബ്രഹ്മോസിന്റെ നിർമ്മാണ കേന്ദ്രം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. 80 ഏക്കറിൽ 300 കോടി മുടക്കിയാണ് നിർമ്മാണം. പ്രതിവർഷം 90 മുതൽ 100 വരെ ബ്രഹ്മോസ് മിസൈലുകൾ ഇവിടെ നിർമ്മിക്കും. ജനം, ഡൽഹി. പാകിസ്ഥാന് എന്തെങ്കിലും ആത്മവിശ്വാസം ശേഷിച്ചിരുന്നുവെങ്കിൽ, ഇനി എന്തെങ്കിലും കാട്ടിക്കൂട്ടാനുള്ള കുതന്ത്രം മെനഞ്ഞിരുന്നുവെങ്കിൽ അതപ്പാടെ തകർത്ത ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചുള്ള വാർത്തയാണ് കണ്ടത്.